സോ കീം 2025 സ്റ്റുഡൻസിൻ്റെ ഫീസ് സ്ട്രക്ചറാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ കോളേജുകളുടെ ഫീസും വളരെ കൃത്യമായിട്ട് ഇവിടെ കാണിച്ചൊരു വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ജസ്റ്റ് ഞാനത് കാണിച്ചു തരികയാണ്. ആദ്യം തന്നെ ഗവൺമെൻറ് കോളേജുകളുടെ ഫീസ് ഏകദേശം 8650 വരുന്നത്. ഫസ്റ്റ് റോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോളേജാണ്. ഞാൻ ഒരു കാര്യം എപ്പോഴും പറയാം, എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ് മെറിറ്റ് ലോ ഫീയും മെറിറ്റ് ഫുൾ ഫീയും. മെറിറ്റ് ലോ ഫീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മെറിറ്റ് ഫീസ് അടച്ചാൽ മതി. മറ്റേന്ന് പറഞ്ഞാൽ മെറിറ്റ് ഫുൾ ഫീ എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് സീറ്റാണ്. മെറിറ്റ് സീറ്റും മാനേജ്മെൻറ്റ് സീറ്റും രണ്ടും അലോട്ട്മെൻറ്റ് വഴി തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക. പക്ഷേ ഫീസ് ഡിഫറൻസ് കണ്ടോ? നിങ്ങൾ സെയിം ക്ലാസ്സിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ പഠിക്കുക, പക്ഷേ ഫീസിന് ഡിഫറൻസ് നോക്കാം. ഓക്കെ, അങ്ങനെ ബാക്കി കോളേജുകൾ നിങ്ങൾ നോക്കുക. നമുക്ക് സെക്കൻഡ് സെക്ഷൻ ഓഫ് കോളേജുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എല്ലാ കോളേജുകളുടെ ഫീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഫീസുകൾ നിങ്ങൾ ട്യൂഷൻ ഫീ, യൂണിവേഴ്സിറ്റി ഫീ ഒക്കെ ഉൾപ്പെടുന്നതായിരിക്കും. വേറെ അഡീഷണൽ ഫീസുകളും പല കോളേജുകൾക്കുണ്ട്. ഏകദേശം സാധാരണ ഒരു പ്രൈവറ്റ് കോളേജിൽ ഏകദേശം 85 to 1 lakh ഇടയിലാണ് നിങ്ങൾക്ക് ഒരു വർഷം ഫീസ് വരിക, ഹോസ്റ്റലും മെസ്സും ഒന്നും കൂട്ടാതെ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഫീസുകളുടെ കാര്യമാണെന്ന് പറയുന്നത്. പിന്നെ ബാക്കി അടുത്ത സെറ്റ് ഓഫ് കോളേജുകൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത സെറ്റ് ഓഫ് കോളേജുകൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത സെറ്റ് ഓഫ് കോളേജുകൾ കാണിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് എന്താണ് നിങ്ങൾക്ക് ഫുൾ കോളേജുകളുടെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായി നോട്ട് ചെയ്യുക, സ്ക്രീൻഷോട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിട്ട് വാട്സപ്പ് ബോട്ട് ഉണ്ട്. അത് ജസ്റ്റ് ഇവിടെ കാണിച്ചാൽ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് യൂസ് ചെയ്യുക. ജസ്റ്റ് നോക്കുക. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കോളേജ് ദോസ്റ്റിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ബോട്ടിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്ക് യൂസ് ചെയ്തിട്ട് കോളേജുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ ലിസ്റ്റുകൾ അനാലിസിസ് നടത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു കോളേജ് ലിസ്റ്റ് ഉണ്ടാക്കുക. എല്ലാവർക്കും ലാസ്റ്റ് റാങ്ക് PDF യൂസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ വാട്സപ്പ് ഈ ബോട്ട് യൂസ് ചെയ്യുക. ഒരുപാട് വെറൈറ്റി കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് കാണാം. കോളേജ് റിവ്യൂ ഒക്കെ ഉണ്ട്. സോ